ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമൻറ്റിന് മറുപടി ആയിട്ടാണ് വരുന്നത്. അതിന് മുമ്പായിട്ട് പറയട്ടെ, തൊട്ടടുത്ത വീട്ടിൽ പണി നടക്കുന്നുണ്ട്. അപ്പം ഭയങ്കര ബഹളമാണ്. അപ്പോൾ ആ ബഹളത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്കില്ലാത്തത് കൊണ്ട് കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. അതിന് മുമ്പായിട്ട് കമൻറ്റിലേക്കും കമൻറ്റിന് മറുപടിയിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ നമ്പർ പല സൈറ്റുകളിൽ നിന്നും കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വർക്കിന് ചെല്ലുമോ, വർക്കിന് പോവുകയോ, മീറ്റപ്പിന് പോവുകയോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില നായ്ക്കവും പട്ടിക്കോ അല്ലാത്ത രീതിയിൽ ജനിച്ച കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ച് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് നിരന്തരം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് കോള് നല്ലതല്ല എന്ന് തോന്നിയാൽ അത് കട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാരൊക്കെ മാന്യതയുടെ മുഖവും നടിച്ച് ഞാനാണ് ഈ അവരുടെ നാട്ടിൽ നടക്കപ്പെടുന്നത്. ആ മുഖംമൂടി ഒന്ന് പുറത്ത് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. കൂട്ടത്തിൽ എനിക്കൊരു കണ്ടൻറ്റും അത്രമാത്രം കൂട്ടിയാൽ മതി. യുവന്മാർക്കൊക്കെ എന്നെക്കുറിച്ച് അല്ലെ ഇങ്ങനെ ഒരു നമ്പർ കിട്ടിയാൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങളോട് ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതി. അത്ര തന്നെ ഉള്ളൂ. ഏതായാലും ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോമിസ് ഒന്നും എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. 2 ദിവസത്തിനുള്ളിൽ കമൻറ്റിന് മറുപടിയുമായിട്ട് വരുമെന്നായിരുന്നു ഞാൻ പ്രോമിസ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു. അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും, വരയ്ക്കാനുള്ള തിരക്കുകളും കാര്യങ്ങളും എല്ലാം കൂടി ആയതുകൊണ്ട് എനിക്ക് ഇതിനൊക്കെ മറുപടി തന്ന് പോകാൻ കുറച്ച് നേരം വൈകി എന്നേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ച് വീഡിയോ ലെങ്ത് ഉണ്ടാവും. എല്ലാവർക്കും എന്താണ് പറയാനുള്ളത്, അതിന് അവർക്ക് ഞാൻ കൊടുക്കുന്ന മറുപടി എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. അല്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോവുക. അത്രമാത്രമേ പറയാനുള്ളൂ. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന വീഡിയോ ഇതായിരുന്നു. പൊട്ട് കുത്തിയത് കൊണ്ട് കുരു പൊട്ടുന്ന താത്തച്ചിമാർ അറിയാൻ എന്ന് തംബ്ലൈൻ കൊടുത്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കമൻറ്റിൻ്റെ മറുപടി തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനൊരു മറുപടി കൊടുത്തിരുന്നത്, അല്ല കമൻറ്റിന് തംബ്ലൈന് കൊടുത്തിരുന്നത്. 2 ദിവസത്തിനകം ഞാൻ മറുപടി തരുമെന്നായിരുന്നു പറഞ്ഞത്. 2 ദിവസം എന്നുള്ളത് ഏകദേശം 4 ദിവസത്തിന് പുറത്തെങ്ങാണ്ടും പോയി. എനിക്ക് തിരക്കും കാര്യങ്ങളും ആയിരുന്നു ഗൈസ്, അതുകൊണ്ടാണ്. അപ്പം ആദ്യത്തെ തന്നെ കമൻറ്റ് ജലീലിൻ്റേതാണ്. മുസ്ലിം സ്ത്രീകൾ എന്താ ഇവളുടെ വീഡിയോക്ക് വന്ന് കമൻ്റ് ഇടുന്നത്, കാണുന്നില്ലല്ലോ. അവൾക്ക് കമൻ്റ് വെറും ഒരു റീച്ച് കൂട്ടാൻ. ജലീൽ മുസ്ലിം നാമധാരിയാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. മുസ്ലിം സ്ത്രീകൾ എന്നില്ല, മുസ്ലിം നാമധാരികളും എനിക്കെതിരെ ഇഷ്ടം പോലെ കമൻ്റ് ഇടുന്നു. മുസ്ലിം നാമധാരികൾ, ജലീൽ ഒരു മുസ്ലിം നാമധാരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത കമൻറ്റിലേക്ക് പോവാം. അയ്യോ പോയി. അടുത്തത് മുഹമ്മദ് ഫിർഷാദ്, മുസ്ലിം നാമധാരിയാണല്ലോ. ഈ ഫോട്ടോ മാത്രം വരച്ച് അതിൻ്റെ മുന്നിൽ വെറുതെ പെയിൻറ്റിങ് ചെയ്ത് ഇവളെ തട്ടിപ്പാണ്. ഇവൾക്ക് വരയ്ക്കാൻ അറിയില്ല. ആയിക്കോട്ടെ മുഹമ്മദ് ഫിർഷാദെ, എനിക്ക് വരയ്ക്കാൻ അറിയാതിരിക്കേ എന്തോ ചെയ്തോട്ടെ. എന്നോട് ആൾക്കാർ ഫോട്ടോ മേടിക്കുന്നുണ്ടോ, അവർ നോക്കിയാൽ പോരെ. നീ എന്തിനാടാ ഇതൊക്കെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? എന്നോട് ഫോട്ടോ മേടിക്കുന്ന ആൾക്കാർക്ക് എന്നെ ഒരു സംശയവും ഇല്ലാത്ത രീതിയിലാണ് അവർ ഫോട്ടോ മേടിക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ മുസ്ലിം നാമധാരികളുടെ കാര്യം നോക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. നിങ്ങളുടെ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത്. മുസ്ലിം നാമധാരികളുടെ കഥയാണ് പറയുന്നത്. ഇനി അടുത്തത് അജി ഹനീഫ. എപ്പിടി ഇരിക്ക്. ഞാനിപ്പം വായിച്ച 3 പേരും മുസ്ലിം നാമധാരികളാണ്. ഇപ്പം മനസ്സിലായോ കുരു പൊട്ടുന്നത് ആർക്കാണെന്ന്? അന്ന് ഗുരുവായൂർ കൃഷ്ണൻ്റെ വേഷം കെട്ടി വന്നതും ഇപ്പോൾ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് വിളിച്ചു സ്വന്തം മോൻ നല്ല നാടകമെന്നോ. എൻ്റെ മോന് ഇതുവരെ കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് എവിടേക്കും പോയിട്ടില്ല. അന്ന് കൃഷ്ണൻ്റെ വേഷം കെട്ടിയത് വേറൊരു പയ്യനാണ്. അതെൻ്റെ മോനാണ് എന്ന് പറഞ്ഞിട്ട് നടക്കണ്ട കേട്ടോ. പിന്നെ എൻ്റെ മോൻ നാടകത്തിൽ അഭിനയിക്കാൻ പോകേണ്ട പ്രായവുമല്ല അവൻ 9ാം ക്ലാസ്സുകാരനാണ്. എന്താ ഷൈ വേൾഡ് എന്നാണ് തോന്നുന്നു.
ഓ പിന്നെ എല്ലാവരെയും കുറെ നീ പറ്റിക്കും. നിന്റെ കുരു എല്ലാവർക്കും ഒരുമിച്ചു പൊട്ടുന്നു. അന്നു നീ കിടന്നു ഉറങ്ങും. അവൾ നടക്കുന്നത് പൊത്തിക്കാൻ നടക്കുന്നു. ഇതെന്താ എഴുതിയെന്ന് എനിക്കറിയില്ല, മംഗ്ലീഷാണ്. ഞാൻ പറഞ്ഞല്ലോ, മംഗ്ലീഷ് വായിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരൂ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ഏതായാലും ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ കിടന്ന് മോങ്ങുമെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, ഞാൻ മോങ്ങിക്കോട്ടെ, എന്താ കുഴപ്പം? എൻ്റെ കണ്ണുനീര് നിങ്ങൾക്കാർക്കും കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ ആരുടെയും പടിവാതിൽക്കൽ ഞാൻ വരുന്നില്ലല്ലോ. പിന്നെ എന്നാത്തിനാ പിള്ളേർ നിങ്ങളിങ്ങനെ ടെൻഷനാവുന്നത്? അടുത്തത് റിയാസ് അബ്ദുള്ള. സംഘികളെ കുറെ പറ്റിച്ചു. ഇപ്പോൾ അവർക്കു കാര്യം മനസ്സിലായി. അപ്പം നീ ആരാ? ഞാൻ ആരോ ആയിക്കോട്ടെ. നീ ബീഫ് കഴിക്കും, നീ പന്നിയിറച്ചിയും കഴിക്കും. അതിനെന്താ? നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബീഫിനെയാണെങ്കിലും പന്നിയെയാണെങ്കിലും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഇജ്ജൊക്കെ എന്തിനാണ് ബേജാറാകുന്നത് കോയാ? ഇജ്ജൊക്കെ എന്തിനു ബേജാറാവുകയാണ്? ഞാൻ ബീഫോ പന്നിയോ എന്തോ കഴിച്ചോട്ടെ, ഞാൻ ആരെയോ പറ്റിച്ചോട്ടെ, നിന്നെ പറ്റിച്ചിട്ടില്ലാലോ, അത് മാത്രം നീ നോക്കിയാൽ മതി. ഇനി മിന്ന റഫീഖ്, മുസ്ലിം നാമധാരി തന്നെ. ഇവൾക്ക് പൊട്ട് കുത്തിയാൽ നമുക്കെന്താ ബുദ്ധിമുട്ട്? ഇല്ലേ? എനിക്ക് പൊട്ട് കുത്തിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടാൻ വരില്ലല്ലോ. ഓക്കെ? നീ മുസ്ലിം അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ അമുസ്ലിം സഹോദരങ്ങളും ഞങ്ങൾ മോശം പറയണമല്ലോ. നിങ്ങൾ ആ മുസ്ലിം സഹോദരങ്ങളെ മോശം പറയാത്തത് എന്തുകൊണ്ടാണ്? അവരാരും ഇസ്ലാം മതത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല. ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാൾ വിട്ടുപോയാൽ അവരുടെ പുറകെ നടന്ന് കല്ലെറിയുന്നതാണ് ഈ മുസ്ലിം നാമധാരികളുടെ മെയിനായിട്ടുള്ള പ്രത്യേകത. ഒരു കാര്യം മാത്രം പറയട്ടെ ജസ്ന ചേച്ചി, എന്തോ? നിങ്ങൾ റബ്ബേ അല്ലാ ബദരീങ്ങളെ എന്നെന്നും വിളിക്കാതിരുന്നാൽ മാത്രം മതി. ചേച്ചി വിളിക്കേണ്ടത് അതൊക്കെ വിളിക്കാൻ ഞങ്ങളുണ്ട്. ഞാൻ ബദരീങ്ങളെന്നും വിളിക്കും, പടച്ചോനെന്നും വിളിക്കും, തമ്പുരാനെന്നും വിളിക്കും, കർത്താവേന്നും വിളിക്കും, ഈശ്വരാന്നും വിളിക്കും, ഒക്കെ വിളിക്കും. ഞാൻ നീ പറയും പോലെ കേൾക്കാൻ ഞാൻ നിൻ്റെ തന്തയല്ല, കേട്ടോ? എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കും, കേട്ടോടി? റജില, മതം വിട്ടു പോയാൽ നീ പൊട്ടുകുത്തിയാലും തുണി അയച്ചിട്ട് ചാടിയാലും മുസ്ലിങ്ങൾക്കെന്താ? മതം വിട്ടാൽ പിന്നെ മുസ്ലിങ്ങൾക്ക് തുണി അയച്ചിട്ട് ചാടാമെന്നുള്ളൊരു ചിന്താഗതിയാണ് മുസ്ലിങ്ങൾക്ക് തന്നെ. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എൻ്റെ ഗൈസ്? മതം വിട്ടു പോയാൽ തുണി അയച്ചിട്ട് ചാടാമെന്നാണ് മുസ്ലിംസിൻ്റെ തന്നെ വിചാരം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അടുത്തത് മംഗ്ലീഷാണ്. റജില ഷെറിൻ. ആർക്കാടി ഛേദം കുരു പൊട്ടിയേ? എന്താ? ചന്തിമ്മലാവും. പിള്ളേച്ച ചന്തി എന്ന് പറയാനുള്ളൊരു വകുപ്പ് നമുക്കില്ല, കുണ്ടി എന്ന് പറയൂ, അതാണ് വകുപ്പുള്ളത്. നിങ്ങൾക്ക് എന്ത് കാട്ടിയാലും കുഴപ്പമില്ല. ചെറുപ്പത്തിൽ നിങ്ങളുടെ തിരുവാതിരക്കും പൊട്ടൊക്കെ
ജീവിതത്തിൽ ഉൾപ്പെടുന്നതാണ്. എനിക്ക് മനസ്സിലായില്ല. ചെറുപ്പത്തിൽ തിരുവാതിരക്ക് പൊട്ട് കുത്തിയേക്കെന്നാണ് ആയിരിക്കും ചേച്ചി ഉദ്ദേശിച്ചത്. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ പൊട്ട് കുത്തിയിട്ടുണ്ട്. അതിന് മദ്രസ ഉസ്താദിനോട് നല്ലോണം മുട്ടിൻ്റെ താഴോട്ട് അടിയും കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. കുട്ടികൾ ക്ലാസ്സിൽ പോയി പറയും, ഉസ്താദെ ഇന്നലെ അവൾ ഇന്ന സ്ഥലത്ത് പരിപാടിക്ക് കുടുംബശ്രീൻ്റെ പരിപാടി അന്ന് അയൽക്കൂട്ടോ എന്തോ ഒരു കൂട്ടായിരുന്നു, അതിൻ്റെ പരിപാടിക്ക് ഇവൾ ഡാൻസ് കളിച്ചീനും അതിന് പൊട്ട് കുത്തീനും എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദിനുണ്ട്. അന്നപ്പം മക്കളെ ഒരു ഹാലിളകാൻ ആ കള്ള ഹിമാറ് നായിൻ്റെ മോൻ ഉസ്താദ് എന്തിനായി എന്നെ തല്ലിയെന്നുള്ളത് എനിക്കിപ്പോഴും പിടുത്തം കിട്ടുന്നില്ല. ഒരു പൊട്ടല്ലേ, അതിനൊക്കെ ഇങ്ങനെ തല്ലാൻ പാടുണ്ടായിരുന്നോ? നിസാർ, യു ആർ വെൽക്കം. താങ്ക് യു. നിസാർ തന്നെ. ഒരു പ്രശ്നവുമില്ല, ധൈര്യമായി കുത്തിക്കോ. പക്ഷേ മറ്റു സമുദായങ്ങളെ അവഹേളിച്ചു സംസാരിക്കരുത്. എൻ്റെ പൊന്നാര നിസാർക്ക, ഞാനിപ്പോൾ വായിച്ചതിൽ 99.9% ആൾക്കാരും മുസ്ലിം നാമധാരികളാണ്. അതുകൊണ്ടാണ് ഇവരെ മാത്രം ഞാൻ എടുത്തു വെച്ച് പറയുന്നത്. മുസ്ലിം നാമധാരികൾക്കും മുസ്ലിം മതവിശ്വാസികൾക്കും അങ്ങനെ ഒരു സംഭവമുണ്ട്. മുസ്ലിം മതത്തിൽ നിന്നും ആരെങ്കിലും വിട്ടെറിഞ്ഞു പോയി എന്ന് കണ്ടാൽ വയ്യെ കിടന്ന് കല്ലെറിഞ്ഞ് കൊല്ലുന്നത് വരെ ഇവർ നടക്കും, ഇവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഇവരുടെ പ്രത്യേകത. ശ്രീജ, പിന്നെ നീ പൊട്ടു കുത്തിയാൽ എന്താ, പൂറ്റിൽ കുത്തിയാൽ എന്താ? ശ്രീജ, നിൻ്റെ പൂറ്റിൽ നിൻ്റെ ആരെങ്കിലും കുത്തുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണ്ട കുട്ടിയെ. എന്നാ സുറുമി, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇവൾ നെഗറ്റീവ് പറഞ്ഞ് നമ്മളു ഓരോരുത്തരും ഇടുന്ന കമൻ്റാണ് അവൾക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻ. അതിന് നിങ്ങൾ ഇൻകം കിട്ടുന്നത് ഈ സ്ത്രീക്ക് അവനവൻ്റെ ജോലി നോക്കി മുണ്ടാതിരുന്നാൽ ഇവൾ ഈ പട്ടിഷോ തുടങ്ങി നിന്നോളുന്നോ? അതേ മോളെ, എനിക്ക് നിങ്ങളുടെ കമൻ്റാണ് എൻ്റെ വരുമാനം. അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളിടുന്ന ഓരോ കമൻറ്റുകളിലും കൂടെ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല. പിന്നെ നിങ്ങൾ കമൻ്റ് ഇട്ടാലും ഇല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് മുതലാളി മാസാമാസം കനിഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഈ കണ്ടൻറ്റ് മാത്രമല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ യൂട്യൂബ് മുതലാളിക്ക് എനിക്ക് പൈസ തരാതിരിക്കാൻ പറ്റുകയില്ല. പിന്നെ ഇതിൽ വന്ന് കമൻ്റ് ഇടരുത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നാര ഷക്കീർ സുറുമി, നീ തന്നെ അല്ലേ കമൻ്റ് ഇട്ടത്? ഞാനല്ലല്ലോ കമൻ്റ് ഇട്ടത്. നിനക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ നീ ആദ്യം കമൻ്റ് ഇടാൻ വരുമായിരുന്നോ കുട്ടിയെ? റസിയ, നീ വയ്യ എന്താ നീ വായ തുറന്നത് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ. അതെ, മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് കുറ്റം പറയാം, നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റൂല. ഉണ്ടല്ലേ? ഒരു സ്മൈലി ഇട്ടിട്ടുണ്ട് കേട്ടോ. നൂർജഹാൻ, നീ മുസ്ലിം അല്ലല്ലോ, പിന്നെന്താ കുരു പൊട്ടുന്നത്? പേര് അത് ആർക്കും എന്ത് വേണമെങ്കിലും ഇടാം. അങ്ങനെ നടക്കുന്നവളെ ആരെന്ത് പറഞ്ഞാൽ നീ എന്തെങ്കിലും ആരെങ്കിലും എല്ലാവർക്കും അറിയാം. ഒന്ന് ഓടിയെന്നോ? ആരാന്നൊന്ന് നോക്കിക്കാളുടെ. ഹലോ ഞാൻ നിങ്ങളത് പറഞ്ഞു, സോറി പറഞ്ഞല്ലേ. നിങ്ങൾ പിന്നെ അത് അയച്ചിട്ട് എല്ലാരും ഇങ്ങനെ വിളിച്ച് പറയണം. തോന്നിയാസം അയക്കാൻ നിന്നിട്ടല്ലേ, തോന്നിയാസം പറയാൻ നിന്നിട്ടല്ലേ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമല്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് പോയി കംപ്ലൈൻറ്റ് ചെയ്യൂ. വേറൊരാള് കണ്ണൂരിൽ നിന്ന് വിളിച്ച് പറഞ്ഞ്
അല്ല, ആരോ എവിടുന്നോ വിളിച്ചോട്ടെ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ജസ്ന സലീം ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യൂ. ബാക്കി പോലീസുകാർ തീരുമാനിച്ചു കേട്ടോ. ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ വിചാരം ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കുകയാണ് എന്നാണ്. നസീർ, നീ ഒരാൾ റെഡി ഇസ്ലാമിൽ നിന്നും പുറത്തായത്? നീ ഒരാളാണോ ഇസ്ലാമിൽ നിന്നും പുറത്തായത് എന്നാ ചോദിച്ചത്. നീ പൊട്ടുകുത്തിയോ? എന്തും ചെയ്യാം, എണീറ്റ് പോടി. പോവാൻ ഇപ്പം സൗകര്യമല്ല ചേട്ടാ നിസാർക്ക. കാരണം ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ എഴുന്നേറ്റ് പോയിക്കോളാം കേട്ടോ. അടുത്തത് റഷീദ്, ഉപ്പാൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു റിപ്ലൈയും ഇല്ലാലോ. എല്ലാവരും അറിഞ്ഞു. വേശ്യയായ മകൾക്ക് അതിനെക്കുറിച്ച് പറയാൻ വകുപ്പ് ഇല്ലല്ലോ അല്ലേ? എൻ്റെ വാപ്പ ഒരു മോശക്കാരനല്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടയും ആവശ്യമില്ല. എൻ്റെ വാപ്പ ഏതാണെന്നുള്ളത് എനിക്കറിയാവുന്നതാണ്. ഞാൻ 33 വർഷമായി കാണുന്നത്. വാപ്പൻ്റെ 26 വയസ്സ് തൊട്ടിട്ടാണ് ഇന്നെ കാണുന്നതെങ്കിലും ഞാൻ ജനിച്ച അന്ന് തൊട്ടിട്ട് എൻ്റെ വാപ്പാനെ കാണുന്നതാണ്. അതുകൊണ്ട് എൻ്റെ വാപ്പ എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉപ്പ പരസ്യമായി വെച്ചുകൊണ്ടു, മകള് പരസ്യമായി വെച്ചുകൊണ്ടു ഇരിക്കുന്നു. അത്രയേ ഉള്ളൂ. അത് നിങ്ങളെ ബാധിക്കുന്ന കേസല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര ബോധേഡാവുന്നത്? ഞാൻ വെച്ചോണ്ടിരിക്കുകയോ എൻ്റെ ഉപ്പ വെച്ചോണ്ടിരിക്കുകയോ എന്തോ ചെയ്തോട്ടെ, നിങ്ങളതിൽ ബോധേഡാവണ്ട, നിങ്ങൾക്കതിൽ വിഷയമില്ലെങ്കിൽ. അസ്മ, കണ്ട ആണുങ്ങൾക്ക് കിടന്നു കൊടുക്കുന്ന നീ ഒരു പൊട്ടു തൊട്ടാൽ എന്താ? ഇന്ന് കുറച്ച് സ്മൈലി. ഇങ്ങനെ പറഞ്ഞാലല്ലേ ഓർഡർ കിട്ടുള്ളൂ. ഞാൻ കണ്ട ആണുങ്ങളുടെ കൂടെ കിടന്നത് നിന്റെ വാപ്പാടെ കൂടെയാണോ അസ്മ? നിന്റെ വാപ്പാടെ കൂടെ കിടന്നത് നീ കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടേ പറഞ്ഞാൽ മതി കേട്ടോ, ഇല്ലെങ്കിലേ നിന്റെ വാപ്പാക്ക് എന്നാ മോശം. അടുത്തത് ഷംസു, പിന്നെ നീ പൊട്ടുകുത്തിയാൽ ഞങ്ങൾക്കെന്താ? അല്ല പിന്നെ. അടുത്തത് ഷക്കീർ, എൻ്റെ പൊന്നു സഹോദരി, ഇവർ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ ഇട്ടത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടതാണ്, അത് വായിക്കണ്ട. നിസാർ, ഒരു പ്രശ്നവുമില്ല, ധൈര്യമായി കുത്തിക്കോ. പക്ഷേ ഇതൊക്കെ നമ്മൾ വായിച്ചതാണല്ലോ. നമ്മൾ വായിച്ചത്, അത് ഒന്നിന് മറുപടി കൊടുത്ത സമയത്ത് എല്ലാം കൂടി പോയി. ദിലീപ് ഒരു തംബ്ലൈൻ ഇട്ടിട്ടുണ്ട്. സീനത്ത്, പോടി തേവിടിച്ചി, നിന്നെ ആരാ മൈൻഡ് ചെയ്യുന്നത്? എന്നിട്ട് കമൻ്റ് ഇടാൻ വന്നിക്കല്ലോ. മൈൻഡ് നീ ചെയ്യുന്നില്ലെങ്കിലും നീ കമൻ്റ് ഇടാൻ വന്നിട്ടുണ്ടല്ലോ, നീ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, അപ്പം തന്നെ മനസ്സിലാവും നീ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഷംസു, പിന്നെ നീ പൊട്ടുകുത്തിയാൽ ഞങ്ങൾക്കെന്താ? അല്ല പിന്നെ. ഓ ആയിക്കോട്ടെ. നമ്മുടെ ശോഭച്ചേച്ചി, പെയിൻ്റ് എടുക്കാൻ പോലും മര്യാദക്കറിയില്ല, ഇങ്ങനെയാണോ വൃത്തിക്ക് പെയിൻറ് ചെയ്യുന്നത്? ഞാൻ എങ്ങനെയോ ചെയ്തോട്ടെ ശോഭേ, ഇനി നോക്കേണ്ട ആവശ്യമില്ല ശോഭേ. പിന്നെ ശോഭക്ക് അറിയേണ്ട അടുത്ത കാര്യം, കേസ് കൊടുത്തത് എന്തായടി ജസ്ന? പറയാം ശോഭേ, അത് ഞാനല്ല പറയേണ്ടത്, ശോഭേ പോലീസുകാരാണ്. നിങ്ങളെപ്പോലെ കേസ് കൊടുക്കുമോന്നോ? അത് പിന്നെയും പോയി, ശോഭ കാരണം എല്ലാം പോയി. ശൈലജ,
അടുത്ത പ്രധാനമന്ത്രി ആണ്, തിരക്ക് കൂടും. ഞാൻ ഏതായാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നില്ല. ഫിനു അനു, താത്തച്ചിക്ക് ഇച്ചി മുള്ളാൻ പോലും സമയമില്ല. കോളുകളുടെ പ്രവാഹം. സത്യം. എടി, നിന്നെപ്പോലെ സമൂഹത്തിന് മുന്നിൽ വായി സമൂഹത്തിൽ വന്ന് പോകുന്നത് കാട്ടിയാൽ ഞങ്ങൾക്കും ഇഷ്ടം പോലെ കാട്ടാനുണ്ടാവും. ഉണ്ടാവും. പക്ഷേ ആ കറക്റ്റ് ഞങ്ങൾക്ക് വേണ്ടെന്നോ? എന്താ ഉദ്ദേശിച്ചെന്നറിയില്ല. വായ എന്നു പോലും പറയാൻ പറ്റാത്ത വായ എന്ന് പോലും പറയാൻ പറ്റാത്ത വായ. നിങ്ങൾക്ക് സമൂഹത്തിലിറങ്ങുമ്പോൾ അതിൻ്റെ അത് ഞാൻ പറഞ്ഞു തരാം മൂപ്പത്തി ഉദ്ദേശിച്ചത് എന്താന്ന്. മൂപ്പത്തിക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിയാൽ എന്തൊക്കെയോ ഉണ്ടോലു. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലടേ. പോടുന്നു എന്തൊക്കെയാ പറയുന്നത്. ശൈലജ തന്നെ, നിൻ്റെ പേര് മാറ്റി ഇടൂ, ഇപ്പോൾ പ്രശ്നം ഇല്ലാലോ. എൻ്റെ പേര് കോമൺ ആയിട്ടുള്ള പേരാണ്. ജസ്ന എന്ന് പറയുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നുള്ള ആൾക്കാർക്ക് വരുന്ന പേരാണ്. അതുകൊണ്ട് എൻ്റെ പേര് ഇപ്പോൾ തൽക്കാലം ഞാൻ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഫഹദ്, സലീം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയി ചാവടാ. ഇവൾക്ക് ഹസ്ബൻഡ് ഇല്ല, അത് സത്യം. എനിക്ക് ഹസ്ബൻഡ് ഇല്ലേ? നിനക്കെന്താ? നിന്നെ ഞാൻ വിളിക്കുന്നോ ഫഹദേ? നിൻ്റെ മാപ്പിള ആവാൻ വേണ്ടിയിട്ട് എന്നെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇജ്ജെന്തിന് ബേജാറാകുക ഗോയാ? ഫഹദ് തന്നെ, ഉസ്താദുമാരെ കൂടുതൽ പറയണ്ട കേട്ടോ. ശങ്കരിന്നോ? ഞാൻ ഇനിയും പറയൂ ഉസ്താദുമാരാ. ഇജ്ജെന്താ ചെയ്യ്? അവന്മാരാര്? വെള്ളയിട്ട മാലാകന്മാരോ? ഉണ്ണാക്കന്മാരാ അവർ. നീ പൊട്ടുകുത്തിയാൽ വെറുതെ പൊട്ടുകുത്തിയാലും വെറുതെ കുത്തിയാലും എവിടെ പുല്ലാണെടി. അവിടെ പുല്ലാണേ പിന്നെ നീ ഇതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടാൻ നിൽക്കണോടാ പുല്ല. അസ്ലം, നീ പൊട്ടുകുത്തിയാൽ ഉണ്ടാ, നീയും പടച്ചോനും ആയി ഞങ്ങൾക്കു എന്ത്? നീ ഹിന്ദു ആയി നടന്നു മക്കൾക്കു കയ്യോന്നും മുസ്ലിം അന്നും പറഞ്ഞു നടക്കുന്നു. മക്കളൊക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നു. ഓ, മക്കളുടെ തന്തപ്പടി മുസ്ലിമാണ്, അതുകൊണ്ട് മക്കൾ മുസ്ലിമാണെന്ന് പറയുന്നത്. ആരും വിശ്വസിക്കാൻ നിൻ്റെ ഇതിൽ തന്നെ മക്കളുന്നോ? നിൻ്റെതിൽ തന്നെ മക്കളും മംഗ്ലീഷാണ്, അതുകൊണ്ടാണ് എൻ്റെ മക്കൾ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിക്കോട്ടെ. നിങ്ങളോട് നോക്കാനോ നിങ്ങളോട് ചിലവിന് കൊടുക്കാനോ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ അതോർത്ത് ബോധേടാവേണ്ട ആവശ്യവുമില്ല. എൻ്റെ മക്കളുടെ പേര് കേട്ടാൽ പോലും പറയില്ല അവരേത് മതസ്ഥരാണ് എന്നുള്ളത്. അതിലൊരു പ്രൗഡ് മാം തന്നെയാണ് ഞാൻ. അജിത്ത്, പൊട്ട് നന്നായി ചേരുന്നുണ്ട്. ബംഗാൾ, ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പൊട്ട് വെക്കാറുണ്ട്. എൻ്റെ ബംഗാൾ സുഹൃത്തിൻ്റെ വിവാഹ ഫോട്ടോയിൽ കണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ മുസ്ലിങ്ങൾ പൊട്ട് വെക്കാറുണ്ടെന്ന്. പൊട്ട് വെക്കുന്നത് നല്ലതാടോ. ഏത് മനുഷ്യർക്കും സ്വർഗവും നരകവും ഉണ്ട്.
അതിനെക്കുറിച്ച് വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇന്നതായി പോയാലാണെന്ന് സത്യം. സ്വർഗവും നരകവും ഒക്കെ ഉണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷെ ഇന്നതുപോലെ നടന്നാലേ, ഇന്ന രീതിയിൽ നടന്നാലേ സ്വർഗവും നരകവും കിട്ടും എന്നുള്ളത് ഇവിടെ മനുഷ്യരാരും പറഞ്ഞു വെച്ചിട്ടില്ല. അതൊക്കെ ദൈവം തീരുമാനിക്കേണ്ടതാണ്. ഏത് വ്യക്തിക്ക് സ്വർഗവും കൊടുക്കണം, ഏത് വ്യക്തിക്ക് നരകവും കൊടുക്കണം എന്നുള്ളത് ദൈവം തമ്പുരാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. അതെല്ലാം ഒട്ടുമിക്ക മതങ്ങളിലും ആളെ ഭയപ്പെടുത്തി പിടിച്ചു നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ കവിഞ്ഞ് യാതൊരു അടിസ്ഥാനവുമില്ല. സത്യമാണ് ചേട്ടാ. ഈ പറഞ്ഞ ചേട്ടനൊരു ബിഗ് സല്യൂട്ട് ഞാൻ അടിക്കുകയാണ്. ഒരു മനുഷ്യനെങ്കിലും വിവരവും വിവേകവും ഉള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അത് തന്നെ ഭയങ്കര കാര്യം. ദേവൂന്നെങ്കിലാണേ പിന്നെ എന്താട്ടെ. ഫോട്ടോക്ക് ഓർഡർ ചെയ്യാൻ ശബ്ദത്തിന് മകൻ്റെ ശബ്ദമായി സാമ്യം. അതെയോ? അത് അവളുടെ മകൻ തന്നെയാണ്. എൻ്റെ മോൻ അതിൻ്റെ പണിയാണല്ലോ. 9ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോന് പരീക്ഷയായിട്ട് മേലോട്ട് നോക്കി നിൽക്കുമ്പോൾ എനിക്ക് ഓന് ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ല. എന്താ അസ്ലം, ഇതൊക്കെ കാണുമ്പോൾ സലീമിൻ്റെ അവസ്ഥ എന്തേത്താ? പിന്നെ സലീം അതല്ല പണി, അവളുമായി ഒരു ബന്ധവുമില്ല. പിന്നെ വീഡിയോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാളുണ്ടോ? ആളുണ്ട്. അയാളുമായി ഒരു ബന്ധവുമില്ല. ഇത് ഷമീറും ഷക്കീനയും തമ്മിലുള്ള മെസ്സേജ് അയപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ പാത്ത് വന്നിക്ക്. കുടുംബം മൊത്തം പോക്ക. ഉപ്പ പരസ്യമായി കൂടുന്നു. മോള് പരസ്യമായി വെച്ചു കൂടുന്നു. പിന്നെ ഭർത്താവ് ഉണ്ടെങ്കിൽ അവർ മോശമാവുമോ? അത് ഭർത്താവിനോട് ചോദിക്കണം. ഇനി ലാസ്റ്റ് മെസ്സേജ് ആസ്മയാണ്. കണ്ട ആണുങ്ങൾക്ക് കിടന്ന് കൊടുക്കുന്ന നീ ഒരു ഇത് നമ്മൾ വായിച്ചതാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജിന് കമൻറ്റിന് മറുപടി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോയതാണ്. വേറെ മെസ്സേജ് ഉണ്ടോ ഇല്ലേ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഉള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഉള്ളതിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്രത്തോളം ഈ ഞാൻ പേര് വായിച്ചിടത്തോളം ഏത് നാമധാരികളാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നതെന്നും ഏത് നാമധാരികളുടെ അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വരുന്നത് എന്നുള്ളതും ഏത് നാമധാരികളാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ മതത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എല്ലാവരും പറയുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തെ തെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അതല്ല. മറ്റുള്ള മതങ്ങൾക്ക് എന്ന് വെച്ചാൽ ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളിൽ ഉണ്ടായ ഒരു വലിയൊരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ മതം വിട്ട് മറ്റൊരാൾ പോയാൽ അവർക്കൊരു വിഷയവുമില്ല, അവരും ദൈവം തമ്പുരാനും ആയിക്കോളും എന്നുള്ള ചിന്താഗതിയാണ്. പക്ഷേ ഇസ്ലാം മത വിശ്വാസികൾക്ക് അങ്ങനെയല്ല. ഒരാൾ മതം വിട്ട് പോയാൽ അവരെ പുറകെ നടന്ന് ഉപദ്രവിച്ചാൽ അവർക്ക് സ്വർഗം ഇങ്ങനെ പടിവാതിൽ തുറന്നു കൊടുക്കും എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇവർ നിൽക്കുന്നത്. ആ നിൽപ്പുകാരനാണ് ഇവർ ഈ താഴെ വന്ന് കമൻ്റ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടണം. നമ്മൾ പണ്ടൊരിക്കേ കമൻറ്റിന് ഇങ്ങനെ മറുപടി ആയിട്ട് പോയി കളിച്ചിട്ടില്ലായിരുന്നോ? ഇതിൻ്റെ മറുപടി ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പറയും. ഒക്കെ മുസ്ലിം നാമധാരികളല്ലേ? നിങ്ങളുടെ നാവ് പൊന്തുവോ ഈ വീഡിയോക്ക് നിന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ നാവ് പൊന്തെങ്കിൽ മുസ്ലിം നാമധാരികൾ ഇതിന് കമൻ്റ് ഇട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.